കർണാടകയിൽ സിദ്ധരാമയ്യക്കെതിരെ അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങി ബി.ജെ.പി. സിദ്ധരാമയ്യ സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതായും ഡി.കെ. ശിവകുമാർ പക്ഷം എം.എൽ.എമാർക്ക് സിദ്ധരാമയ്യയിൽ താൽപര്യം ഇല്ല എന്നുമാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. അതേസമയം തന്നെ എ.ഐ.സി.സി. നേതൃത്വം ഇടപെട്ടിട്ടും മുഖ്യമന്ത്രി കസേര സംബന്ധിച്ച തർക്കത്തിന് പരിഹാരമായിട്ടില്ല. കർണാടകത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലികൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് ബി.ജെ.പി. ചൂണ്ടിക്കാട്ടുന്നത്. ഭരണനിർവഹണമടക്കം തടസ്സപ്പെടുകയാണ്. ഡി.കെയുടെ ഇറിഗേഷൻ വകുപ്പിലും നഗരവികസന വകുപ്പിലുമടക്കം കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തർക്കം സംസ്ഥാനത്തെ ജനങ്ങളുടെ വിഷയമാണ്. ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ചൂണ്ടിക്കാട്ടി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയാണ് ബി.ജെ.പി. അതേസമയം മുത അഴിമതി കേസിൽ സിദ്ധരാമയ്യയുടെ പങ്ക് ഡി.കെ. ക്യാമ്പ് ഉയർത്തിക്കാട്ടുന്നു. കോൺഗ്രസ് നേതാക്കളെ അവഗണിച്ച് ഒപ്പമെത്തിയ ജനതാദളുകാർക്ക് മാത്രം പരിഗണന നൽകുന്നുവെന്നും പാർട്ടിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചത് ഡി.കെ. ശിവകുമാറാണെന്നുമുള്ള വാദമുയർത്തിക്കാട്ടി എ.ഐ.സി.സി. നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ശക്തമാകുകയാണ്. ശിവകുമാറിനെതിരെ സിദ്ധരാമയ്യ ക്യാമ്പും തെളിവുകൾ അണിനിരത്തി. ചർച്ചകൾ പലതും നടത്തിയിട്ടും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ് ഡി.കെ. പക്ഷം. 2.5 വർഷം എന്നുള്ള നിബന്ധന പാലിക്കണമെന്നതിൽ വീഴ്ച വരുത്തിയാൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുമെന്നും ഡി.കെ. പക്ഷം മുന്നറിയിപ്പ് നൽകി. ഡി.കെ. ക്യാമ്പിലേക്ക് കൂടുതൽ എം.എൽ.എമാരെ ഉൾപ്പെടുത്തി നേതൃത്വത്തിനു മുന്നിൽ കരുത്ത് കാട്ടാനാണ് നീക്കം. ജനം, ഡൽഹി.